പുതയ്ക്കുന്ന ശീലമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ഇത് പുതച്ചോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മോള് എന്റെ കൂടെ കിടക്കുന്നതെന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഇനിയിപ്പോ കുഴപ്പമുണ്ടെങ്കിലും ഇങ്ങനെ പറ്റൂ. ശാരദാമ്മേ. ആ ആ നിനക്കെന്താടാ ഈ ബെഡ്റൂമിലെ കാര്യം? ഞങ്ങൾ അമ്മയും മോളും കൂടെ കിടക്കാൻ പോവായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. എന്നോട് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നാ പറഞ്ഞേ. അതെങ്ങനെ ശരിയാവും? ഈ കൊച്ചിനെ നീ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നീ മാത്രം അങ്ങ് ബാംഗ്ലൂർ പോലെ എങ്ങനെയാ? ഒന്നുകിൽ നീ ഇവളെയും കൊണ്ട് ബാംഗ്ലൂർ പോണം, അല്ലെങ്കിൽ പിന്നെ ശാലിനി വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകും. അല്ലാതെ എന്നെ ഇതിനകത്ത് ബലിയാടാക്കിയിട്ട് നീ അങ്ങനെ പോകണ്ട. ശാരദാമ്മേ, ഇപ്പൊ ഈ ഒരു അവസ്ഥയില് നൂറിനെ കൊണ്ട് പോവാൻ സാധിക്കില്ല. അമ്മയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആയ ശേഷം, കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതിന് എനിക്ക് ഇനി സമയം വേണം. ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്ന നേരം നീ ഈ സമയത്തിന്റെ കാര്യമൊന്നും നോക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ശാരദാമ്മേ, സംഭവിച്ചു പോയി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശാലിനി വരട്ടെ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഇതിപ്പോ ഈ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇനി അവരെങ്ങാണ്ട് അന്വേഷിച്ചു വന്നാലോ? അദ്ദേഹം ആരോ വന്നു. ഇനി എന്തൊക്കെയാണോ ആവോ? നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കട്ടെ. പുറത്തേക്കൊന്നും വരരുത് കേട്ടോ. വിഷ്ണുവാണ് അത് എടുത്തിരിക്കുന്നെങ്കിൽ അവനെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. എവിടെ അവൻ? വിളിക്കവനെ. നിങ്ങളെ നിങ്ങളുടെ മുന്നിലിട്ട് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചുതരാം. അങ്ങനെയാണെങ്കിൽ സാറിന് ചെറിയൊരു യാത്ര ചെയ്യേണ്ടി വരും. വിഷ്ണു, ശാലിനിയും കുട്ടികളും കൂടി ഒരു ടൂർ പോയിരിക്കുക. അവര് മടങ്ങി വരുന്നവരെ സാറിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലേ പിന്നെ അവൻ നിൽക്കുന്നിടത്തേക്ക് പോകാനല്ലേ പറ്റൂ. വലിയൊരു കളവ് നടത്തി ഒരു പെൺകൊച്ചിന്റെ ജീവിതവും തകർത്തിട്ട് ഇനി അവനവന്റെ നട്ടലെ നിവർത്തി നടക്കില്ല. അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. വിളിക്കുകയാണെ പറഞ്ഞേക്ക്. അവന്റെ നെഞ്ചും കൂടി പൊളിക്കാനുള്ള കൊട്ടേഷനുമായിട്ട് ചന്ദ്രബോസ് കാത്തിരിക്കുകയാണെന്ന്. പാടോ. വാ പപ്പി. സത്യ മതി, നമുക്കിനി തിരിച്ചു പോവാം. ഒരെണ്ണത്തിനെങ്കിലും എനിക്കിന് വേണം പപ്പി. വേണ്ട, അവര് പോട്ടെ. വേണം പപ്പി, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ. പപ്പി ഇങ്ങ് വന്നേ. അവിടെ നിക്ക്. നിക്കാനാ പറഞ്ഞേ. നിക്ക് സത്യ. സത്യ മതി. പപ്പി വേഗം വാ. അയ്യോ അയ്യോ പപ്പി, ഇത് കടുവ. അത് നമ്മുടെ നേരെ വരും. പപ്പി ഓടിക്കോ. ഓടിക്കോ പപ്പി. പപ്പി വേഗം വാ. വേഗം വാ പപ്പി.
പപ്പി വേഗം വാ. കാട്ടുദൈവങ്ങളെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഈ പോക്കാപത്തിലേക്കാണ്. എന്ത് വിഷ്ണുട്ടാ, മക്കള് എന്താണ് അവരവിടെ ടെന്റിനകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. വെറുതെ ഒരു സ്വപ്നം കണ്ടിട്ട് എന്നാലും ഞാൻ അവരെന്ന് എടോ അതേടോ താൻ ഈ കുട്ടികളുടെ കാര്യം ആലോചിച്ച് കടന്നുകൊണ്ടായിരിക്കും. വെറുതെ ഓരോന്ന് നേരമില്ലാന്നൊക്കെ വെളുത്താ. വിഷ്ണുട്ടാ, എന്നാലും എനിക്ക് അവരെന്ന് താനൊന്നും വെപ്രാളപ്പെടാതിരിക്കേ. അവരതിനകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി.